Hello Makle. 11ാം തീയതി നടക്കാൻ പോകുന്ന നമ്മുടെ ക്രിസ്മസ് എക്സാമിനെ പറ്റിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പറയാനാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും ലാസ്റ്റ് വരെ കാണാം. അപ്പോൾ നിങ്ങൾ ടൈം ടേബിൾ ഒക്കെ കണ്ടിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ ടൈം ടേബിൾ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് 11ാം തീയതി തുടങ്ങി 19ാം തീയതി വരെ നമുക്ക് എക്സാം ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാതെയാണ് നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത്. ആകെ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ശനി ഞായർ മാത്രമാണ് നമുക്കൊരു ഗ്യാപ്പ് എന്ന് പറയാനുള്ളൊരു ദിവസം കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ എല്ലാ ദിവസവും നമുക്ക് എന്തുണ്ട്, എക്സാംസ് ഉണ്ട്. അതേപോലെ തന്നെ ചില ദിവസങ്ങൾ നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും എക്സാം വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ഈ ഒരു 10 ദിവസം കഷ്ടി മിനിമം നമ്മളുടെ കയ്യിൽ 10 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 10 ഡേയ്സ് നമ്മൾ വളരെ പ്ലാനിങ്ങോടുകൂടി കറക്റ്റായിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് എന്നുള്ള ഒരു ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇപ്പോൾ നമ്മളൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിക്കുക. ആ ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് നമുക്ക് ഒരു പ്ലാനിങ്ങും ഇല്ല. അവിടെ ചെന്നിട്ട് നോക്കാം എന്താണോ അവിടെ ചെന്നിട്ട് നമുക്ക് ഫുഡ് ആണെങ്കിൽ ഫുഡ്, സ്റ്റേ ആണെങ്കിൽ സ്റ്റേ, ഇതൊക്കെ അവിടെ ചെന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പോവാണ്. പക്ഷെ ആ ഒരു ട്രിപ്പിൽ നമുക്ക് ഒരുപാട് ടൈം എങ്ങനെ വേസ്റ്റ് ആവും? ഈ ഫുഡ് തപ്പാനും അതേപോലെ സ്ഥലങ്ങൾ നോക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് കുറേ ടൈം വേസ്റ്റ് ആവും. പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഫ്ലോപ്പ് ആയിട്ടും പോകും. നമ്മുടെ കയ്യിലുള്ള ക്യാഷൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാകും. നമുക്ക് വേണ്ടത്ര സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ മൊത്തം അബദ്ധമായി പോകുന്നൊരു കണ്ടീഷൻ വരും അല്ലേ? നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ ഒരു പാക്കേജ് ഒക്കെ എടുത്ത് കറക്റ്റായിട്ട് നമ്മൾ ഐറ്റിനറി ഒക്കെ പ്ലാൻ ചെയ്ത് നമ്മളൊരു ട്രിപ്പിന് പോവുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഓരോ ദിവസം രാവിലെ നമ്മൾ എന്ത് ചെയ്യണം, ഉച്ചയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, വൈകുന്നേരം എന്ത് ചെയ്യണം എന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും നമുക്ക് പ്രോപ്പറായിട്ട് കവർ ചെയ്യാം, എൻജോയ് ചെയ്യാം, സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും അല്ലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ എക്സാമിലേക്ക് വരുമ്പോഴും. പിന്നെയുള്ള ഈ ഒരു 10 ദിവസം കഷ്ടി നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ക്രിസ്മസ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിവിടെ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ദിവസമാണ്, ഏത് എക്സാമിന് മുന്നേ ആയിട്ടാണ് നമുക്ക് കൂടുതൽ ഗ്യാപ്പ് കിട്ടുന്നത്, ഏതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിച്ച സബ്ജക്റ്റുകൾ, ഏതാണ് നിങ്ങൾ പഠിക്കാത്ത സബ്ജക്റ്റുകൾ, ഇനി പഠിച്ച സബ്ജക്റ്റുകളിൽ ഏത് പോർഷൻസ് ആണ് നിങ്ങൾക്ക് വീക്ക്, എവിടെയാണ് നിങ്ങൾ ഒന്നുകൂടെ പഠിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ആദ്യം അനലൈസ് ചെയ്യാം. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഫസ്റ്റ് നിങ്ങളുടെ ഫുൾ സംഭവങ്ങൾ, നിങ്ങൾ എവിടെയൊക്കെ പഠിച്ചു, എത്രയൊക്കെ പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് അനലൈസ് ചെയ്യുക. അതിനുശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതിന് പ്രോപ്പറായിട്ട് പഠിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മിസ് ഒരു കുഞ്ഞു ടിപ്പ് പറഞ്ഞുതരാം. അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും ടഫായിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം പഠിക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ടഫായിട്ടുള്ള സാധനങ്ങൾ ആദ്യം പഠിക്കുക. കാരണം തുടക്കത്തിൽ ഇപ്പോൾ ഉള്ള സമയത്തൊക്കെ നമുക്ക് അത്ര ഒരു എക്സാമിൻ്റെ ഒരു ടെൻഷൻ നമ്മളിൽ ഉണ്ടാവില്ല, ചെറിയൊരു പേടി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പേടിയിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമ്മുടെ തലയിലേക്ക് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ എക്സാമിൻ്റെ തലേന്ന് കൊണ്ടുപോയിട്ട് നമ്മുടെ ടഫ് ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആ ടോപ്പിക്സ് നിങ്ങളുടെ തലയിലേക്ക് കയറുന്നുണ്ടാവില്ല. കാരണം നമ്മുടെ സ്ട്രെസ് അടിച്ചേക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഫുൾ ട്രാഫിക്കിലായിരിക്കും ഉണ്ടാവുക. ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എക്സാം പേപ്പറിൽ എഴുതാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇനിയുള്ള ദിവസങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചാൽ നമുക്ക് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്സ് എന്നുള്ളത് ഈ ഒരു ടൈം ടേബിളിലൂടെയും നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഡിസംബർ 2ാം തീയതി നമ്മളുടെ ചാനലിൽ ഒരു അടിപൊളി സർപ്രൈസ് ഇവൻറ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, ഒരു മെഗാ സ്റ്റഡി പ്ലാൻ റിവീലായിരിക്കും നടക്കുന്നുണ്ടാവുക. ഡിസംബർ 2ാം തീയതി നമ്മളുടെ ചാനലിൽ ഒരു അടിപൊളി സർപ്രൈസ് ഇവൻറ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, ഒരു മെഗാ സ്റ്റഡി പ്ലാൻ റിവീലായിരിക്കും നടക്കുന്നുണ്ടാവുക. സോ ആ ഒരു സ്റ്റഡി പ്ലാനിന് നിങ്ങൾ എന്തായാലും വരിക. കൃത്യം 7 മണിക്ക് നിങ്ങൾ നമ്മുടെ ചാനലിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ബിഗ് സർപ്രൈസ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇനിയുള്ള നമ്മളുടെ ഡിസംബർ 2ാം തീയതി മുതൽ നിങ്ങൾക്ക് എങ്ങനെയാണ് 11ാം തീയതി വരെ പ്ലാൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന ഒരു അടിപൊളി ലൈവ് ആയിരിക്കും, ഒരു എക്സ്ക്ലൂസീവ് ലൈവ് തന്നെയായിരിക്കും. അപ്പോൾ അത് ആരും മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ കയറുക. ആ ഒരു ലൈവിൻ്റെ ലിങ്ക് വേഗം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് അവിടെ ഒരു നോട്ടിഫൈ മീ കൊടുത്തു വെക്കുക. ലൈവ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരെയും നമുക്ക് ഡിസംബർ 2ാം തീയതിയുള്ള ലൈവിൽ കാണാം. നിങ്ങളെല്ലാവരും വരും എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ വരും എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ചെയ്യാം.